നിന്ന് കൊടുക്കാമോ, ബാക്കിയെല്ലാം ദൈവം തീർത്തോളൂന്നേ, ദൈവം ചെയ്തു തരുമെന്നേ. ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാകുമെന്ന് ഞാൻ പോലും ചിന്തിച്ചതല്ല. പക്ഷെ ദൈവം എന്നെ ഓരോ സമയത്ത് ഓരോ നിലകളിൽ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് അറിയ ഇവിടെ വരെ എത്തിച്ചു. ആശ്രയി ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചത് പോലുമല്ല. അല്ല, പക്ഷെ ദൈവിക നിയോഗം എന്റെ മേൽ ഉണ്ടായിരുന്നപ്പോൾ എന്നെ ആ പൊസിഷനിലേക്ക് എത്തിക്കുവാൻ, ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരുവാൻ എന്നെ പല സ്ഥലങ്ങളിൽ ദൈവം കൊണ്ടുവന്നു. എനിക്ക് ആവശ്യമായ ഓർഡിനേഷൻസ് ഒക്കെ എനിക്ക് വിളിച്ചു തരുന്നത് പോലെ എനിക്ക് തന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എന്റെ ഉള്ള നല്ലവണ്ണം അറിയുന്നു. യേശുവിനെ എത്ര പേര് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അടുത്തൊരു വിഷയത്തിലേക്ക് ഞാൻ കടക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് ചക്രത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. എപ്പോഴാ ഈ ചക്രത്തിൽ നിന്ന് ദൈവം അതിനെ വേർപെടുത്തുന്നത്? ഒരു കളിമണ്ണ് ചക്രത്തിന്മേൽ വെച്ചിട്ട് ദൈവം അതിനെ കുശവൻ അതിനെ പണിത് ആ ചക്രത്തിന്മേൽ വെച്ചതായ കളിമണ്ണിന്റെ പണി തീരുമ്പോൾ ഈ കുശവൻ ഒരു കാര്യം ചെയ്യും. തന്റെ കയ്യിൽ ഒരു നൂലുണ്ട്, നേരിയ നൂല്. കണ്ടിട്ടുള്ളവർക്കറിയാം, ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ നൂല് ഈ കളിമണ്ണിന്റെയും ചക്രത്തിനോട് ചേർത്ത് നൂല് വെച്ചിട്ട് അതിന്മേൽ ഒരു വഴി വരയ്ക്കും. അത് ഭയങ്കരമാണ്. അത് ജീവിതത്തോടുള്ള ബന്ധത്തിൽ നോക്കിയാൽ ഭയങ്കര വേദന ഉളവാക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മെ അറിയില്ല, ഈ ലോകമാകുന്ന ചക്രത്തിൽ നിന്ന് ദൈവം ഒന്ന് വേർപെടുത്തും. അതാ ഒരു മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത്. പക്ഷേ ഈ ലോകത്തിലുള്ള എല്ലാവരും, ആ മരിച്ച വ്യക്തി അല്ലാതെ ബാക്കിയുള്ളവരെല്ലാവരും കരയുകയും പ്രയാസപ്പെടുകയും വേദനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം പറയും, ഇതാണ് ഇപ്പോഴാണ് ഇവൻ എന്റെ സ്വന്തമായത് എന്ന് പറഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്നതായ നിലവാരത്തിൽ ഒരു ആ കളിമണ്ണ് ആയി പൂർണ്ണതയിൽ എത്തുമ്പോഴാ ദൈവം അതിന്റെ അടിയിൽ കൂടെ ആ നൂലിനെ വലിച്ചിട്ട് പറയുന്നത്, ഇപ്പോൾ ഇതെന്റെ സ്വന്തം